ദേശാഭിമാനി മുഖപ്രസംഗം 2026 ജൂൺ 18. രാമക്ഷേത്ര ഫണ്ട് വെട്ടിപ്പ് പുറത്തായത് സംഘപരിവാർ മുഖം. അയോധ്യ പ്രസ്ഥാനത്തിലൂടെ വർഗീയത പടർത്തിയാണ് ഇന്ത്യയിൽ സംഘപരിവാറും BJPയും വളർന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച് അമ്പലം പണിയണമെന്ന ആവശ്യവുമായി സംഘപരിവാർ സംഘടനകൾ രാജ്യത്താകെ രക്തപ്പുഴയൊഴുക്കി. പള്ളി പൊളിച്ചതിനു ശേഷം ഭൂമിക്കായി വഴിവിട്ട നീക്കങ്ങൾ സജീവമാക്കി. കേന്ദ്രത്തിലെ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തു. അന്യായമായി നേടിയെടുത്ത ഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് മോദി സർക്കാർ തന്നെ കാർമ്മികത്വം വഹിച്ചു. രാമക്ഷേത്ര ദർശനത്തിനായി തീർത്ഥാടകരെ അയോധ്യയിലേക്ക് എത്തിക്കുന്ന ചുമതലയും സംഘപരിവാർ ഏറ്റെടുത്തു. ഭക്തരിൽ നിന്ന് ദിവസവും കോടികൾ സംഭാവനയായി ഒഴുകിയെത്തി. ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി എത്തിയ കോടിക്കണക്കിന് രൂപയിൽ നല്ലൊരു പങ്കും സംഘപരിവാർ നേതൃത്വം തന്നെ മോഷ്ടിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. സംഘപരിവാറിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് ആരോപണം. ബാബറി മസ്ജിദ് പൊളിക്കൽ കേസിൽ LK അദ്വാനിക്കൊപ്പം കൂട്ടുപ്രതിയായിരുന്ന സന്തോഷ് ദുബെയാണ് പ്രധാന പരാതിക്കാരൻ. രാമക്ഷേത്രം ഫണ്ടിൽ 200 കോടിയിലേറെ രൂപയുടെ വെട്ടിപ്പ് നടന്നതായി ഉത്തർപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ ദുബെ ചൂണ്ടിക്കാട്ടുന്നു. ദിവസവും 1 കോടിയിലേറെ രൂപ പണമായും സ്വർണം വെള്ളി ആഭരണങ്ങളായും മറ്റും ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ നല്ലൊരു പങ്കും ട്രസ്റ്റ് ഭാരവാഹികൾ അടിച്ചുമാറ്റുകയാണെന്നാണ് പരാതി. മുതിർന്ന BJP നേതാവ് രജനീഷ് സിംഗും ദുബെയുടെ പരാതി ശരിവെക്കുന്നു. രാമക്ഷേത്രം ട്രസ്റ്റിലെ എല്ലാവരും കള്ളന്മാരാണെന്ന് അയോധ്യ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ബജരംഗദൾ സ്ഥാപകനും BJP നേതാവുമായ വിനയ് കത്യാർ തുറന്നടിച്ചു. രാമക്ഷേത്രം അഴിമതിയെക്കുറിച്ച് തനിക്ക് പലതും അറിയാമെന്നും എന്നാൽ ട്രസ്റ്റ് ഭാരവാഹികൾ വമ്പന്മാരായതിനാൽ ഭയമാണെന്നും BJPയുടെ മുൻ MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗും മാധ്യമങ്ങളോട് പറഞ്ഞു. രാമക്ഷേത്രം ട്രസ്റ്റിലെ RSS നോമിനിയായ VHP നേതാവ് ചമ്പത് റായിലേക്കാണ് ഫണ്ട് മോഷണത്തിന്റെ ആരോപണ മുനകൾ നീളുന്നത്. ക്ഷേത്രം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ് ചമ്പത് റായ്. ട്രസ്റ്റ് അംഗവും RSS നേതാവുമായ അനിൽ മിശ്ര, ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലക്കാരനായ ഗോപാൽ റാവു എന്നിവരും ആരോപണ വിധേയരാണ്. രാമക്ഷേത്രം അഴിമതിയിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന ഏജൻസികളിൽ നിന്ന് നിഷ്പക്ഷ അന്വേഷണത്തിന് സാധ്യതയില്ലാത്തതിനാൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണവും പ്രതിപക്ഷം താൽപര്യപ്പെടുന്നുണ്ട്. ഇതിനു വഴങ്ങാതെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള SITയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ ദുരൂഹതയുണ്ട്. ചമ്പത് റായ് അടക്കമുള്ള സംഘപരിവാർ നേതാക്കളുടെ സംരക്ഷണമാണ് കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകൾ താൽപര്യപ്പെടുന്നതെന്ന് വ്യക്തം. രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നേരത്തെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ ഘട്ടത്തിൽ തന്നെ സംഭാവനയായി കിട്ടിയ 1000 കോടിയിലേറെ VHP തട്ടിയെടുത്തതായി ബാബറി കേസിലെ ആദ്യ ഹർജിക്കാരനായ നിർമോഹി അഖാഡ ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വ്യാപകമായി ഭൂമി ഇടപാട് ക്രമക്കേടും ഉയർന്നു. 2.5 കോടിക്ക് വാങ്ങിയ ഭൂമി ദിവസങ്ങൾക്കുള്ളിൽ 18.5 കോടിക്ക് ട്രസ്റ്റിന് വിറ്റതിന്റെ രേഖകളടക്കം പുറത്തു വന്നിരുന്നു. ഇതെല്ലാം മൂടിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭാവന തിരിമറി ആക്ഷേപം. ഉത്തർപ്രദേശ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ രാമക്ഷേത്രം അഴിമതി സംഘപരിവാറിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ്. RSSലെയും BJPയിലെയും ഒരു വിഭാഗം തന്നെയാണ് പരാതിക്ക് പിന്നിലെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വിശ്വാസത്തെ കബളിപ്പിച്ച് അയോധ്യയിലൂടെ വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്ത സംഘപരിവാർ ഇപ്പോൾ അധാർമികമായ സാമ്പത്തിക നേട്ടത്തിനും രാമക്ഷേത്രത്തെ കരുവാക്കുകയാണ്.